പിന്നെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ പറയുന്നൊന്ന് മുഴുവനായിട്ട് കേൾക്കണം കേട്ടോ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, കാക്കു ഞാൻ ഒരാളെ 10 വർഷമായിട്ട് പ്രേമിച്ചു, അല്ലെങ്കിൽ 5 വർഷമായിട്ട് പ്രേമിച്ചു, അതും അല്ലെങ്കിൽ 3 വർഷമായിട്ട് പ്രേമിച്ചു, പക്ഷെ അവൻ എന്നെ ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ അവൾ എന്നെ ചതിച്ചിട്ട് പോയി. എടോ, ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന ഒരാളുടെ കൂടെ ആയിരിക്കും നിൻ്റെ ജീവിതം എന്ന് പടച്ചവൻ ആരോടും ഉറപ്പ് പറഞ്ഞിട്ടില്ല. നിനക്കും എനിക്കും യോജിച്ചത് എന്താണോ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരിക. പിന്നെ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ഒരുപാട് സന്തോഷത്തിൽ നിൽക്കുന്നൊരു വ്യക്തിയാണെന്ന്. അല്ല, നിങ്ങൾ ഈ കടന്നു പോകുന്ന നിമിഷം ഉണ്ടല്ലോ, അത് ഒരുപാട് മുന്നേ ഞാൻ കടന്നു പോയതാണ്. പിന്നെ ഞാനായിട്ട് സ്വയം മാറ്റിയെടുത്തതാണ് എൻ്റെ ഈ സ്വഭാവം. വേദന ഇല്ലാത്തൊരു പാറക്കല്ലൊന്നല്ല ഞാനും ഒരു മനുഷ്യനാണ്. ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. കാരണം എന്താ, സ്നേഹിച്ചവരും വിശ്വസിച്ചവരും പിന്നെന്ന് ചതിച്ചപ്പോഴും, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ എന്നെ ദ്രോഹിച്ചപ്പോഴും ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ആ വേദനയൊക്കെ ഞാൻ പിന്നെ മറികടന്നതെന്നാണ് സത്യം. അങ്ങനെ മറികടന്ന് പഠിക്കണം. കാരണം എന്താ അറിയും, ഈ ലോകത്ത് ആർക്കും വേണ്ടിയിട്ട് കാത്തു നിൽക്കില്ല. പിന്നെ നമ്മുടെ സന്തോഷം ഏത് വഴിക്കാണോ എന്നൊന്നും നോക്കണ്ട. ഏത് വഴിക്കാണോ നമ്മുടെ സന്തോഷം കിട്ടുന്നത് ആ വഴി തേടുക. അതിന് എന്ത് മാർഗ്ഗമാണെങ്കിലും സ്വീകരിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ആരോടും ഓവറായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റും വെക്കണ്ട. കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ മിത്രമായിട്ട് നിൽക്കുന്ന ആൾ നാളെ ശത്രുവായിട്ട് മാറാനും വലിയ ദൂരമൊന്നും വേണ്ട. അതുകൊണ്ട് മാത്രം, മനസ്സിലായോ? പിന്നെ പ്രണയിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പ്രണയിക്കണം, ഒരിക്കലെങ്കിലും പ്രണയിക്കണം. കാരണം നാളത്തെ ജീവിതം എന്താണെന്ന് പഠിപ്പിക്കാനും എങ്ങനെയാണെന്ന് പഠിപ്പിക്കാനും ആ പ്രണയം ഉണ്ടല്ലോ, അത് നിങ്ങളെ പഠിപ്പിക്കും ഇൻഷാ അല്ലാഹ്.